ഹലോ മൈ ഡിയർ മക്കളെ, മൈ ഡിയർ എക്സാം വിന്നർ ഫാമിലി. അറിയാലോ, നിങ്ങളുടെ സ്വന്തം അർജുൻ സാറാണ്. മക്കളെ, ഇപ്പം എക്സാം വിന്നറിൽ ഒരു അടിപൊളി ഓഫർ നടക്കുന്നുണ്ട്. ഒരു ദിവാലി ഓഫർ, നല്ല ചിമിട്ടൻ പട്ടകം പൊട്ടുന്ന ഓഫർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലാസ് 7 സൃഷ്ടി ബാച്ചിൽ നിങ്ങൾക്കിപ്പം വലിയൊരു പ്രൈസ് ഡിഫറൻസിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. 1499 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇപ്പം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വേറെയും ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുൻപെടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ എല്ലാ റെക്കോർഡിങ്ങുകളും നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്യുന്ന ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങളിൽ കുറേ പേർക്ക് ഇപ്പം ശാസ്ത്രമേളയും യുവജനോത്സവം ഒക്കെ കാരണം ഒരുപാട് ക്ലാസ് മിസ്സായിട്ടില്ലേ, അതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ? അതിനൊക്കെയുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് എക്സാം വിന്നർ ഇപ്പം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ കാര്യങ്ങളൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട മക്കളെ. ഇതാ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിലോട്ട് വിളിച്ച് പറഞ്ഞാൽ മതി സൃഷ്ടി ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന്. ബാക്കി കാര്യം എക്സാം വിന്നർ ഏറ്റോളും. അപ്പോൾ ഈ ഒരു ഓഫർ അധിക കാലത്തേക്കൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കിട്ടിയ സമയം മുതലാക്കിക്കൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, വേഗം സൃഷ്ടി ബാച്ചിൽ ജോയിൻ ആവുക. ഓക്കെ മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് അങ്ങ് ചെയ്താലോ? ഒരു അടിപൊളി ഒരു പോയം ഇല്ലേ, ലാഫിംഗ് സോങ്, അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്കുണ്ട്. പേജ് നമ്പർ 78 എന്താണ്? ഒന്നുമില്ല, ഈ ഒരു എപ്രീസിയേഷൻ തയ്യാറാക്കൽ, ഒരു അടിപൊളി എപ്രീസിയേഷൻ ലാഫിംഗ് സോങ് എന്ന പോയമിന് വേണ്ടി തയ്യാറാക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറേ പേർക്ക് എപ്രീസിയേഷൻ എഴുതുന്നതിൽ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള കാര്യം കുറച്ച് ചാലഞ്ചിങ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയോടുകൂടി മാറ്റിയെടുക്കാം. ഒരു അടിപൊളി എപ്രീസിയേഷൻ എങ്ങനെ എഴുതാം എന്ന് ഈ വീഡിയോയിൽ കണ്ടുപഠിച്ച് മനസ്സിലാക്കിക്കോളൂ. മക്കളെ, നമ്മൾ എന്ത് ചെയ്യുക, എപ്രീസിയേഷൻ എഴുതുമ്പം പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് മനസ്സിൽ നല്ലോണം ഓർത്ത് വെക്കുക. എന്തൊക്കെയാ? ടൈറ്റിൽ ആൻഡ് ഓതർ ആദ്യം തന്നെ കൊടുക്കാൻ നോക്കുക. നിങ്ങൾ ഏത് പോയം അല്ലെങ്കിൽ ഏത് സ്റ്റോറിക്കാണ് എപ്രീസിയേഷൻ എഴുതാൻ പോകുന്നുള്ളത് അതിൻ്റെ ടൈറ്റിൽ ലൈൻ കൊണ്ടും അത് എഴുതിയിട്ടുള്ള ആളെയും ഒന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ടോ എന്താണ് ഇതിൻ്റെ കോണ്ടക്സ്റ്റ്, ആരാണ് ഇതിലെ സ്പീക്കർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോയമിൻ്റെ തീം അതിൽ ഉൾപ്പെടുത്തുക. എന്ത് ഐഡിയയാണ് ഇദ്ദേഹം ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നെന്നുള്ള കാര്യം ഒരു തീമായി, അതിൻ്റെ സെൻട്രൽ തീമായി കൊണ്ട് നറേറ്റ് ചെയ്ത് വെക്കുക. പിന്നെയോ ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ, ഇതിൽ ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ചുകളും പോയറ്റിക് ഡിവൈസും ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഓരോ പോയംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവുക. അതൊക്കെ ഏതാണെന്ന് കണ്ടെത്തി മനസ്സിലാക്കി അതൊക്കെ വിത്ത് എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. പിന്നെയോ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിൻ്റെ പേരും അവരുടെ ഇമോഷൻസും മൂഡും ഒക്കെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കഥകളൊക്കെ എപ്രിസിയേഷൻ എഴുതുമ്പം ഇത് നന്നായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇത് എന്തൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എന്തൊരു മെസ്സേജാണ് വായിക്കുന്ന ആളിന് നൽകുന്നത് എന്നുള്ള കാര്യം ബ്രീഫായിട്ടൊന്ന് എഴുതുക. അപ്പം നമ്മുടെ ലാഫിംഗ് സോങ് റിലേറ്റ് ചെയ്തിട്ട് ഒരു എപ്രീസിയേഷൻ സാർ അടിപൊളിയായിട്ട് മക്കൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാർ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം പഠിച്ച് മനസ്സിലാക്കി ആ എപ്രീസിയേഷൻ മനസ്സിലാക്കുമ്പം ആ എപ്രീസിയേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കും. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെ എപ്രീസിയേഷൻ തയ്യാറാക്കുക. പിന്നെ പേഴ്സണൽ ഒപ്പീനിയൻ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് വായിച്ചിട്ട് തോന്നിയുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ മാത്രമേ അപ്രീസിയേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ മക്കൾ മനസ്സിൽ വെച്ചിട്ട് വേണം അപ്രീസിയേഷൻ തയ്യാറാക്കാൻ. അത്തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി അപ്രീസിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ടാണ് സാറ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ മക്കൾക്ക് വേണ്ടി സാർ അത് അങ്ങ് പഠിപ്പിച്ചു തരാം. നോക്കിക്കോ, നമ്മൾ ലാഫിംഗ് സോങ്ങിന് ഒരു ഉഗ്രൻ അപ്രീസിയേഷൻ എഴുതുകയാണ്. ആദ്യം തന്നെ ടൈറ്റിലായിട്ടുള്ള ലാഫിംഗ് സോങ് കൊടുത്തു, എഴുതിയ ആളുടെ പേരും കൊടുത്തു. എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വയ്ക്കുക. നോക്കിക്കോ, ദ പോം ലാഫിംഗ് സോങ് ഇസ് റിട്ടൺ ബൈ ദി ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് വില്യം ബ്ലേക്ക്. നമ്മൾ ആദ്യം തന്നെ പോയിൻ്റെ പേര് കൊടുത്തു, അതുപോലെ തന്നെ എഴുതിയ ആളുടെ കാര്യം കൂടെ നമ്മളെങ്ങനെയാണ് പറയുന്നത്, പുള്ളിയെ ഒന്ന് ബഹുമാനിച്ചുകൊണ്ടാണ് പറയുന്നത്. ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്തു. എന്നിട്ടോ ഇറ്റ് ഇസ് എ ഹാപ്പി പോയം. ഷുവർ, എന്തായാലും അങ്ങനെ ആയിരിക്കില്ലേ, വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു പോയം അല്ലേ. കാര്യം ആ പോയമിൽ പറയുന്നത് എന്താണ്, ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും സന്തോഷിക്കുകയാണ്, എല്ലാവരും ചേരുമ്പോൾ ഇവിടെ സന്തോഷമാണ് ഉണ്ടാകുന്നത്, എല്ലാ ജീവജാലങ്ങളും എല്ലാ കാര്യങ്ങളും ജീവനുള്ള ഇല്ലാത്ത കാര്യങ്ങൾ അടക്കം ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ചിരിയാണെന്നും എന്തൊക്കെ രീതിയിലാണ് ചിരി വരുന്നതെന്നൊക്കെ ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതൊക്കെ ചേർത്തിട്ടാണ് ഈ അപ്രിസിയേഷൻ ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ മക്കളെ. ദ പോയം ടോക്സ് അബൌട്ട് ജോയ്, സന്തോഷത്തെക്കുറിച്ചും നേച്ചർ, പ്രകൃതിയെക്കുറിച്ചും ആൻഡ് ബീയിങ് ടുഗദർ, ഒത്തൊരുമയെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഈ പോം പറയുന്നത്.
The poet says that everything in nature is full of happiness. Poet എന്താ പറയുന്നത്? ഈ പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങളിലും എന്താണ്? ഫുൾ ഹാപ്പിനെസ് ആണ്, ഫുൾ സന്തോഷത്തിലാണുള്ളത്. The woods, മരങ്ങൾ, the hills, മലകൾ, the meadows, പുൽമേടുകൾ, and even the little grasshopper seem to be happy, laughing with joy. എന്താണ് പറയുന്നത്? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു കുഞ്ഞ് പച്ചത്തുള്ളനടക്കം എന്ത് ചെയ്യാണ്? സന്തോഷിക്കുകയാണ്, laughing with joy. The main idea, ഇനി അതാണ് നമ്മൾ പറയുന്ന തീം. Main idea of the poem is that true happiness comes from enjoying nature and being with others. അല്ലേ, നമ്മളെ പ്രകൃതിയെ അടുത്തറിയുമ്പോൾ, പ്രകൃതിയെ എൻജോയ് ചെയ്യുമ്പോഴാണ് ശരിക്കുമുള്ള ചിരി നമ്മുടെ മുഖത്ത് വരുന്നത്, സന്തോഷം വരുന്നത്. അതുപോലെ തന്നെ അതെങ്ങനെ ബീയിങ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോടൊപ്പം, നമ്മുടെ കൂട്ടുകാരോടൊപ്പം, ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ കറക്റ്റ് സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് എത്തും. The poet invites everyone to join in the joy and laughter found in nature. അവസാനം നമ്മളെല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ പോയറ്റ്? മേശപ്പുറത്ത് ഒരുപാട് നട്ട്സ് ഒക്കെ വെച്ചിട്ട്, അതെന്താണ്? being togetherness, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വില്യം ബ്ലേക്ക് യൂസസ് മെനി പോയറ്റിക് ഡിവൈസസ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ പോയം. ഏതൊക്കെയാ? വൺ ഓഫ് ദ മെയിൻ ഡിവൈസസ് പെർസോണിഫിക്കേഷൻ. ഈ പോയിന്റ് ഏറ്റവും അടിപൊളി പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് പെർസോണിഫിക്കേഷൻ ആണ്. എന്തൊക്കെയാ പറയുന്നത്? സം ഹ്യൂമൻ ക്വാളിറ്റീസ് ആർ ഗിവൺ ടു നേച്ചർ. ഫോർ എക്സാമ്പിൾ, ദ ഗ്രീൻ വുഡ്സ് laugh, the dimpling stream runs laughing by, and the grasshopper laughs. These lines make us imagine that all parts of nature are alive and cheerful. Yes, ഇത്രയും കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് അല്ലെ, ചിരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഡിംപ്ലിംഗ് എന്നുള്ള കാര്യമൊക്കെ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? മനുഷ്യനല്ലാത്ത കാര്യങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ പോയം ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിനെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ക്വാളിറ്റീസ് ഹ്യൂമൻ അല്ലാത്തൊരു കാര്യത്തിന് നൽകുന്നു. പിന്നെയോ ദർ ഇസ് ഓൾസോ ഇമേജറി. യെസ്, നമുക്ക് ഇമേജറിയെ കുറിച്ച് പ്രത്യേകം ഇതിൽ പറയേണ്ടത് പലതരം ഇമേജറീസുകൾ അല്ലേ, ഓഡിറ്ററി, ടാക്ടൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഉൾപ്പെടുത്തണം. എന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ആസ് ദ പോയറ്റ് പെയിൻറ്റ്സ് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഓഫ് ഗ്രീൻ വുഡ്സ്. നമുക്ക് വാക്കുകളിലൂടെ ഗ്രീൻ വുഡുകളെ കുറിച്ച് കാണിച്ചു തരുന്നു. ഫ്ലോയിങ് സ്ട്രീംസ് എന്ന് വെച്ചാൽ ഒഴുകുന്ന ചില അരുവികളെ കുറിച്ച് കാണിച്ചു തരുന്നുണ്ട്. സിംഗിങ് ബേർഡ്സ്, അതിൻ്റെ ശബ്ദം ഒരു ഇമേജറി ആയിട്ട് നമുക്ക് കിട്ടുന്നില്ലേ? ആൻഡ് എ ടേബിൾ ഫുൾ ഓഫ് ചെറീസ് ആൻഡ് നട്ട്സ്. അവസാനം നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആ ടേബിളിൽ ചെറീസും അതുപോലെ തന്നെ കുറച്ച് നട്ട്സൊക്കെ ഇല്ലേ, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വാക്കുകളിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിനെയാണ് ഇമേജറി എന്ന് പറയുന്നത്. ആ കാര്യം നമ്മൾ എഴുതി. പിന്നെയോ ദിസ് ഇമേജസ് help us to see, hear and feel the joy of nature. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പല രീതിയിൽ പ്രകൃതിയെ സന്തോഷം അറിയുകയാണ്. The poem also contains a metaphor. Metaphor ഉണ്ട്. എന്താ metaphor? Where the laughter of nature stands for happiness and harmony in the world. ഈ ലോകത്തിൻ്റെ സന്തോഷവും അതുപോലെ തന്നെ ഹാർമണി, ആ ഒരു ഒത്തൊരുമയൊക്കെ എന്താണ്? അതൊരു മെറ്റഫറായി കൊണ്ടാണ് കാണിച്ചു തരുന്നത്. Through symbol and musical language, William Blake teaches to enjoy the little moments in life and to stay close to the nature. ഇത്തരം കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മൾ പ്രകൃതിയിലെ സന്തോഷവും അറിയുന്നു. അതുപോലെ തന്നെയാണ് സ്റ്റേ ക്ലോസ് ടു നേച്ചർ, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കാനും നമ്മളോട് പറയുന്നുണ്ട്. ഇൻ ഷോർട്ട്, ഇനി നമ്മൾ നമ്മുടെയൊക്കെ ഒപ്പീനിയൻ ആണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇൻ ഷോർട്ട്, the poem reminds us that laughter and joy are not only found in people. നമ്മുടെ ഒപ്പീനിയനാ, നമ്മുടെ മനുഷ്യരിൽ മാത്രമല്ല ലാഫ്റ്ററും ജോയ് ഉള്ളത്, ബട്ട് ഓൾസോ ഇൻ ദ വേൾഡ് അറൗണ്ട് us. നമുക്ക് ചുറ്റുമുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും എന്തുണ്ട്? ഈ കാര്യങ്ങളുണ്ട്. ഇഫ് വി ടേക്ക് ടൈം ടു നോട്ടീസ് ഇറ്റ്. പക്ഷേ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് നോക്കണം. അതൊക്കെ നോക്കാൻ, നോട്ടീസ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്ന് ആ സാറും കൂടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ എപ്രീസിയേഷൻ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം എപ്രീസിയേഷൻ നന്നായിട്ട് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റ് കഥകളും പോയിംസ് ഒക്കെ എടുത്ത് വായിച്ച് നോക്കി എന്ത് ചെയ്യുക? കുറച്ച് അപ്രീസിയേഷൻ ഉണ്ടാക്കിയിട്ട് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാവുക. അപ്പോൾ നിങ്ങൾക്ക് എപ്രീസിയേഷൻ മനസ്സിലായി എന്ന് സാറ് കരുതുകയാണ്. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. വീണ്ടും ഇതുപോലുള്ള ചില നല്ല ഐഡിയ ക്ലാസ്സുകളൊക്കെ ആയിട്ട് സാറ് വരുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുക. ഇപ്പം ചെറിയൊരു ബൈ.